മഹത്വം ഉണ്ടാകട്ടെ. പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ആലപ്പുഴയിൽ സഭയെ കുടിവരാൻ തുടങ്ങിയതിനു ശേഷം തുടങ്ങിയിട്ട് ഇപ്പോൾ 24 വർഷം ആകുന്നു. 24 വർഷം മുമ്പ് ഒരു ഞായറാഴ്ച, ജൂണിന്റെ ആദ്യ ഞായറാഴ്ചയാണ് നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയത്. അതിനുശേഷം പിന്നെ സഭയോട് ചേർന്നവരാണ് പലരും എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ തന്നെയും പലരും വളരെ വർഷങ്ങളായിട്ട് സഭയിലിരിക്കുന്നവരാണ്. പല വർഷങ്ങളായിട്ട് സഭയിലിരിക്കുന്നവരാണ് ഭൂരിപക്ഷം പേരും. 1-2 കുടുംബങ്ങൾ വെച്ച് ബാക്കി എല്ലാവരും 1 വർഷത്തിലധികമായി, 1 വർഷമല്ല 5 വർഷമെങ്കിലും പറഞ്ഞാൽ അധികമായവരാണ് എല്ലാവരും. അതുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ നോക്കിയിട്ട് നമ്മളെ ഈ ഇങ്ങനെ വർഷങ്ങളുടെ കണക്ക് ഇത്രയും വർഷങ്ങളായി സഭയിലായിരിക്കുന്നെന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് പ്രയോജനം? നമ്മെ നോക്കി ദൈവാത്മാവിന് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തില് കൊലോസ്യരെ കുറിച്ച് പറയുന്ന ഒരു വാക്യം നമ്മളെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് കഴിയുമോ? നമുക്കറിയാം, നമ്മുടെ സഭ തുടങ്ങാനും ഒരു അപ്പസ്തോലിക ശുശ്രൂഷയുണ്ട്. അതറിയാം, നമുക്ക് സാഗ്ബറിൽ നിന്ന് നമുക്കൊരു അപ്പസ്തോലിക ശുശ്രൂഷയുണ്ട്. അതുകൊണ്ട് അത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു അപ്പസ്തോലൻ അല്ലെങ്കിൽ ദൈവത്തിന് തന്നെ നമ്മളെ നോക്കിയിട്ട് ഇപ്രകാരം ഒരു സാക്ഷ്യപ്പെടുത്തൽ നടത്തുവാൻ കഴിയുമോ എന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ആനിവേഴ്സറി സൺഡേ ആണല്ലോ എന്നുള്ള ഓർത്ത് ചിന്തിച്ചപ്പോൾ ഈ വചനം ഞാൻ വായിച്ചുകൊണ്ടിരുന്ന വേദഭാവമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇത് തന്നെ എന്നെ സ്ട്രൈക്ക് ചെയ്തു. ഒന്നുകൂടെ ചിന്തിപ്പിക്കാനിടയായി. അവിടെ അപ്പോസ്തലനായ പൗലോസ് കൊടുക്കുന്ന സാക്ഷ്യം കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. അപ്പോസ്തലനായ പൗലോസ് തന്റെ ശുശ്രൂഷയിലുള്ള സഭയെ കുറിച്ച് വളരെ അകലെ ഇരുന്നുകൊണ്ട് തന്നെ അവരെ കുറിച്ച് പറയുകയാണ്. ഞാൻ എന്റെ ട്രാൻസ്ലേഷൻ വായിക്കും. ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവിൽ സമീപസ്ഥനായി നിങ്ങളുടെ ക്രമീകൃത ജീവിതവും അവരുടെ ക്രമമായിട്ടുള്ള അവരുടെ ദൈവവചനം അനുസരിച്ചുള്ള അവരുടെ ജീവിതവും ക്രിസ്തുവിലുള്ള സുസ്ഥിരമായ വിശ്വാസവും യേശു ക്രിസ്തുവിലുള്ള അവരുടെ വിശ്വാസവും കണ്ട് സന്തോഷിക്കുന്നു. ജോസഫ് ബുക്കിലെ ക്രമമായെന്നുള്ള ആ ജീവിതത്തെ കുറിച്ച് എന്താ പറഞ്ഞത്? ചിട്ടയായ അവരുടെ ചിട്ടയായ ജീവിതം. അതിൽ തന്നെ ക്രമമായ ജീവിതം, ചിട്ടയായ ജീവിതം. പഴയ ട്രാൻസ്ലേഷനിൽ അത്രയും വ്യക്തമാകുന്നില്ല. അവരുടെ ദൂരെ നോക്കി അപ്പോസ്തലൻ പറയാണ് അവരുടെ ക്രമമായ ചിട്ടയായ ജീവിതവും അവരുടെ വിശ്വാസവും കണ്ട് ഞാൻ സന്തോഷിക്കുന്നു എന്നാണ്. ഇതുവരെ 24 വർഷം എന്ന് പറയുന്നു, അല്ലെങ്കിൽ കുറെ വർഷത്തിന്റെ കണക്ക് പറയാം. ഞാൻ വന്നിട്ട് 10 വർഷമായി, ഞാൻ വന്നിട്ട് 15 വർഷമായി എന്ന് ഓരോരുത്തർക്ക് പറയാം. പക്ഷെ സഭയെ വന്നിരിക്കുന്നു എന്നുള്ളതിനപ്പുറമായിട്ട് നമ്മളെ നോക്കി അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ സഭയെ കുറിച്ച് പറഞ്ഞതുപോലെ ദൈവാത്മാവിന് ഇങ്ങനെ പറയാൻ പറ്റുമോ? നിങ്ങളുടെ ക്രമമായ നടപ്പും ചിട്ടയായ ജീവിതവും ക്രിസ്തുവിലുള്ള നിങ്ങളുടെ സുസ്ഥിരമായ വിശ്വാസവും അടിയുറച്ച വിശ്വാസവും. അല്ല വെറുതെ വിശ്വാസമൊന്നുമല്ല, നിങ്ങളുടെ വിശ്വാസം എന്നല്ല പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ അടിയുറച്ച വിശ്വാസം, സുസ്ഥിരമായ വിശ്വാസവും കണ്ട് ഞാൻ സന്തോഷിക്കുന്നു. ഇതാണ് ആൾക്കാർ നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യമായിട്ട് വരണം, നമുക്ക് പരിശോധിക്കാം. തുടർന്ന് വീണ്ടും അപ്പോസ്തലൻ താഴോട്ട് 2 വാക്യങ്ങളിൽ ഒരു പ്രബോധനം അവർക്ക് നൽകുന്നു. ഇന്ന് പാൽക്കാലം പ്രിയമുള്ളവരെ കർത്തവ്യ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് നമ്മളെ തന്നെ സാധാരണ ചെയ്യുന്ന പോലെ അത് കൽപ്പനയാണ്. പരിശോധിച്ചിട്ട് വേണം ഇതിന് പങ്കെടുക്കുവാൻ. അപ്പൊ ഇന്ന് ഈ ശുശ്രൂഷിക്കുമ്പോൾ നമ്മളെ തന്നെ പരിശോധിക്കുന്നതിന് വേണ്ടി, നമ്മുടെ ആത്മീയ അവസ്ഥ എവിടെ നിൽക്കുന്നു എന്നുള്ളത് പരിശോധിക്കുന്നതിന് വേണ്ടി, നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ വളർച്ച എപ്രകാരമായിരിക്കുന്നത് പരിശോധിക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ വചനങ്ങളെ തന്നെ നോക്കാം, ഈ വചനങ്ങളെ തന്നെ എടുക്കാം. അപ്പോസ്തലൻ ഇങ്ങനെ നല്ലതായിട്ട് അവൻ ജീവിക്കുന്നതിൽ സന്തോഷിക്കുന്നതെന്ന് പറഞ്ഞതിന് ശേഷവും വീണ്ടും അവരെ പ്രബോധിപ്പിക്കുകയാണ്. ഏതാണ്ട് ഇതേ കാര്യം തന്നെ അവരോട് അല്ല, അവരുടെ നടപ്പിനെ കുറിച്ച് വീണ്ടും അവരെ പ്രബോധിപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നു. ആ 2 വാക്യത്തില് പ്രബോധനമുണ്ട്, നമുക്ക് ആവശ്യമുള്ള പ്രബോധനമുണ്ട്. നമുക്കിന്ന് ആ വചനങ്ങൾ വായിച്ചവരാണ്, പലവട്ടം വായിച്ചിട്ടുള്ളവരാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഈ പ്രബോധനം എത്രത്തോളം സത്യമായിട്ടുണ്ട്. ഇന്ന് അപ്പോസ്തലൻ നമ്മുടെ കൊലോസ്യർക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ വായിക്കുന്നതിന് മുമ്പേ തന്നെ ദൈവാത്മാവ് നമുക്ക് തന്നിട്ടുള്ള വചനം നമ്മൾ എത്രത്തോളം അർത്ഥവത്തായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം അർത്ഥവത്തായി നമ്മളതിനെ
ജീവിതത്തിൽ ആ അനുഭവമാക്കി മാറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ പ്രബോധനം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം അനുസരണമായി തീർന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ ഈ കാലം പരിശോധിക്കേണ്ടത്. അങ്ങനെയുള്ള പരിശോധനയിൽ നമുക്ക് നമ്മളുടെ അവസ്ഥ, നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത്, നമ്മൾ വർഷങ്ങളായി എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ ആത്മീയ ജീവിതം എവിടെ വന്ന് നിൽക്കുന്നു, എപ്രകാരമായിരിക്കുന്നു, വളരുന്നുണ്ടോ, അല്ലെങ്കിൽ മുരടിച്ചിരിക്കുന്നുവോ, അല്ലെങ്കിൽ ആത്മീയ ജീവിതം ഉണ്ടോ, അങ്ങനെ ഒരു ജീവിതം തന്നെ ഉണ്ടോ എന്നുള്ളത് തന്നെ സംശയിക്കും. ചിലപ്പോൾ ഈ പ്രബോധനം നമ്മൾ സത്യസന്ധമായിട്ട് പരിശോധിക്കും, അയ്യോ ഇങ്ങനെയാണെങ്കിൽ എനിക്കൊരു ആത്മീയ ജീവിതം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ സംശയം തോന്നും. നിരാശപ്പെടേണ്ട. അങ്ങനെ തോന്നിയാലും ഇന്ന് രക്ഷയുടെ ദിവസമായിട്ട് കാണാം, ഇന്ന് മാനസാന്തരത്തിന്റെ ദിവസമായി കാണാം. ഇന്ന് നമുക്ക് മാനസാന്തരപ്പെട്ടുമ്പോൾ യഥാസ്ഥാനപ്പെടുകയാണെങ്കിൽ വീണ്ടും ആ മാർഗത്തിലേക്ക് വരാൻ, നമ്മുടെ വളർച്ചയുടെ പാതയിലേക്ക് നമുക്ക് വരാൻ പറ്റും. പക്ഷെ സത്യസന്ധമായ ഒരു പരിശോധനയും സത്യസന്ധമായ ഒരു ഏറ്റെടുക്കലും വചനത്തോടുള്ള ഒരു സമീപനവും ആത്മാർത്ഥമാണെങ്കിൽ നമുക്ക് വളരുവാൻ കഴിയും, നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നമുക്ക് ആ വചനത്തിലേക്ക് വരാം. 6-7 വാക്യങ്ങൾ വായിക്കാം. കൊലോസ്യലേഖനം 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ. അവിടെ അത് വീണ്ടും ഒന്നുകൂടെ ഞാൻ എൻ്റെ ട്രാൻസ്ലേഷൻ വായിക്കാം. അതിനാൽ നിങ്ങൾ ക്രിസ്തുയേശുവിനെ കർത്താവായി കൈക്കൊണ്ടതുപോലെ അവിടത്തോടുള്ള കൂട്ടായ്മയിൽ നടക്കുകയും ക്രിസ്തുവിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതുപോലെ വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ നിറഞ്ഞു കവിഞ്ഞും ഇരിക്കുകയും. ജോസഫ് ഖുറാന്റെ കൂടെ വായിക്കാം. നമുക്ക് 3 എണ്ണം വായിക്കാം. നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള 3. അവനിൽ ജീവിക്കുക, നിങ്ങളെ പഠിപ്പിച്ച വിശ്വാസത്തിൽ അടിയുറച്ചവരായിരിക്കുക. 6-7 ആണോ വായിച്ചത്? 7 മാത്രമാണോ വായിച്ചത്? ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടക്കുകയും. അതെങ്ങനെ അതിനെ ക്രിസ്തുവിൽ ജീവിക്കുക എന്നാണ്. ക്രിസ്തുവിൽ ജീവിക്കുക. ഒറ്റ വാക്കായിട്ട് ഒറ്റ ഇതേ ഉള്ളൂ അല്ലേ? 6 അത് മാത്രമേ ഉള്ളൂ. ക്രിസ്തുവിൽ ജീവിക്കുക. അതെ അതെ സൗരസരമായ നമ്മൾ ശ്രദ്ധയായിട്ട് വായിക്കുവാണെങ്കിൽ ഇവിടെ എത്ര 4 എണ്ണം എങ്കിലും കാണാം അല്ലെ? 4 പ്രബോധനം കാണാം. ഒന്ന്, ക്രിസ്തുവിനോടുകൂടി ക്രിസ്തുയേശുവിനെ നിങ്ങൾ കൈക്കണ്ടതുപോലെ അവനോടുകൂടെ കൂട്ടായ്മയിൽ നടക്കുകയും. 1. പിന്നെ ക്രിസ്തുവിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി ജീവിക്കുക, വളരുക, ആത്മീയമായി വളരുക. അങ്ങനെ ഒരു അർത്ഥം അതിന്റെ പഴയ ട്രാൻസ്ലേഷനിൽ അങ്ങനെ വരുന്നുണ്ട് അല്ലെ? ആത്മീയവർദ്ധന വരുത്തുക, ക്രിസ്തുവിൽ വേരൂന്നി ആത്മീയവർദ്ധന വരുത്തുക. 2. മൂന്നാമത് നമുക്ക് അവിടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. അതിനകത്ത് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. ഞാനത് ഒരു കുറച്ചുകൂടെ ലളിതമായ ഭാഷയിലാക്കുന്ന വാക്യത്തിൽ വചനം അതുപോലെ ആണെന്നല്ല, പക്ഷെ ഈ അർത്ഥമല്ല വരുന്നത്. മൂന്നാമതായിട്ട് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. 4-മതായിട്ട് പറയുന്നത് സ്തോത്രത്തിൽ കവിഞ്ഞു വരിക, അല്ലെങ്കിൽ ഹൃദയം നിറഞ്ഞ് കവിയുന്ന സ്തോത്രം. അതിനകത്ത് കൃതജ്ഞത, അത് നന്ദിയുള്ളവരായിരിക്കുക. ഹൃദയത്തിൽ നന്ദിയും സ്തോത്രവും നിറഞ്ഞ് കവിയുക. 4 കാര്യങ്ങളാണ്. ഒന്നുകൂടെ പറയാം 4 കാര്യങ്ങൾ. അത് ശ്രദ്ധിച്ച് ആ വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് 4 കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. എല്ലാവർക്കും അത് പറ്റണം. 4 കാര്യങ്ങൾ. 1, ക്രിസ്തുവിൽ നിങ്ങൾ കൈക്കൊണ്ടതുപോലെ ക്രിസ്തുവിൽ നടക്കുക, ക്രിസ്തുവിൽ കൂട്ടായ്മയിൽ നടക്കുക. 2, ക്രിസ്തുവിൽ വേരൂന്നി ആത്മീയമായി വളരുക. 3, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. 4, സ്തോത്രത്തിൽ. അത് 4-മത്തെ കാര്യം. 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ 4-മത്തേത് അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. അല്ലെങ്കിൽ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ 4-മത്തേത് അതിന്റെ ഒരു ഒഴുക്കായിട്ട് വരും. സന്ദീപിന്റെ മെസ്സേജ് ഉണ്ടോ? മെസ്സേജ് ബൈബിളിൽ ഞാനിപ്പോ നോക്കാം. മെസ്സേജിനകത്ത് അതിനകത്തൊരു ഞാൻ വെറുതെ നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് രസമായിട്ടാണ് അത്. ഈ ജീവിതം, ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ ആ ജീവിതത്തിന്റെ ഒരു സ്പില്ലോവർ ആയിട്ടാണ് താങ്ക്സ് ഗിവിങ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ലിവിങ് സ്പില്ലോവർ ഇൻ ടു താങ്ക്സ് ഗിവിങ് എന്നതിന്റെ അർത്ഥം എങ്ങനെയാ? അതായത് ആദ്യം പറഞ്ഞ 3 കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ അതായത് ഈ 4-മത്തെ കാര്യം അതുണ്ടാവും. അത് തോന്നി വരും. അത് പ്രത്യേകിച്ച് ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ യഥാർത്ഥമായിട്ടുണ്ടെങ്കിൽ 4-മത്തേത് അവരുടെ ജീവിതത്തിൽ അത് ഉണ്ടായി വരും.
ആ ജീവിതം അങ്ങനെയാണ് മെസ്സേജിൽ എഴുതിയിരുന്നത്. ആൻഡ് ലെറ്റ് യുവർ ലിവിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അത് സ്പില്ലോവർ ഇൻ ടു യു താങ്ക്സ് ഗിവിങ്. ഇന്ന് പ്രിയമുള്ളവരെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം, നമ്മുടെ ക്രിസ്തീയ ജീവിതം വെറുതെ നമ്മൾ ചില ഭാവങ്ങളിലും ചില ചടങ്ങുകളിലും പതിവ് പരിപാടികളുമായിട്ട് ഒതുക്കി വെച്ചിരിക്കുന്നു. യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എവിടെ തുടങ്ങി എവിടെ എങ്ങനെ മുന്നോട്ട് വളരുന്നു എന്നുള്ളത് ഈ പാൽക്കാലം നമുക്ക് പരിശോധിക്കാം. ഈ വചനത്തിന് മുമ്പാകെ ഒന്നാമത് ഒന്നും രണ്ടും നമുക്കിവിടെ ഒരുമിച്ച് പറയാം. ഒന്നും രണ്ടും കാര്യങ്ങൾ ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയും ക്രിസ്തുവിൽ വേരൂന്നിയുള്ള ആത്മീയ വർധനവും നമുക്ക് രണ്ടും ഒരുമിച്ച് വേണേൽ പറയാം, അല്ലെ? ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവിനെ കൈക്കൊണ്ടത്? ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ നിങ്ങൾ ക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ നടത്തിയില്ലെന്നാണ് ഇവിടെ പറയുന്നത്. എന്റെ ട്രാൻസ്ലേഷൻ ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ ക്രിസ്തുവിൽ ജീവിക്കുകയും. ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ എന്ന് പറയാൻ കാര്യം എന്താ? അതിനെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? എന്താണ് ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ എന്ന് പറയാൻ? നമ്മൾ എങ്ങനെയാണ് ക്രിസ്തുവിനെ കൈക്കൊണ്ടത്? എന്നാൽ വിശ്വാസത്താൽ, വേറെ ഒന്നുമല്ല, വിശ്വാസത്താൽ ക്രിസ്തുവിനെ കൈക്കൊണ്ടു. അപ്പൊ വിശ്വാസാൽ ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ ക്രിസ്തുവിൽ വിശ്വാസത്താൽ ജീവിക്കുകയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ജീവിക്കേണ്ടത് ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് എന്ന് പറഞ്ഞാൽ അതിനെ കുറച്ചുകൂടെ വിശദമായിട്ട് പറയുന്നത് ക്രിസ്തുവിൽ ജീവിക്കാൻ ട്രാൻസ്ലേഷൻ തുടങ്ങിയിരിക്കുന്നത് ക്രിസ്തു അവനിൽ ജീവിക്കുക, ക്രിസ്തുവിൽ ജീവിക്കുക. ഇനി മറ്റേ വേരൂന്നി എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ വേരൂന്നി എന്നുള്ളതിനെ വെട്ടത് വന്നാൽ നമുക്ക് ഏത് വാക്യം എടുക്കാൻ പറ്റും? നമുക്ക് യോഹന്നാന്റെ സുവിശേഷം മുന്തിരിവള്ളിയോട് ചേർത്ത് അവിടെ വേര്, അതുപോലെ റോമാലയനത്തിലെ ഒരു വാക്യം അല്ലെ, വേരിൽ താങ്ങുന്ന. അപ്പൊ ക്രിസ്തു എന്ന വേരിലാണ് നമ്മൾ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്, അല്ലെ? പിന്നെ അടിസ്ഥാനം എന്നുള്ള വാക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ വേര് അടിസ്ഥാനം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ നമ്മൾ ആയിരിക്കുന്നു. അപ്പോൾ അതിന്റെയൊക്കെ ഫലമായിട്ട് എന്തുണ്ടാവുമെന്നാണ് ആ വാക്യം പറയുന്നത്. നമ്മൾ അങ്ങനെയാണെങ്കിൽ വിശ്വാസത്താൽ, വേറെ ഒന്നുമല്ല അവിടെ, കേവലം വിശ്വാസം മാത്രം. വിശ്വാസത്താൽ രക്ഷ പ്രാപിച്ചവർ വിശ്വാസത്താൽ ഇന്ന് എവിടെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കണം. ക്രിസ്തുവിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ വേരൂന്നിരിക്കുന്നു, വേര് ക്രിസ്തുവിലായിരിക്കുന്നു, അതിൽ ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ വളർച്ച എങ്ങനെയാണെന്നാണ് അവിടെ അർത്ഥം വിശ്വസിക്കേണ്ടത്. നമ്മൾ എങ്ങനെയായി വളരുന്നു? എങ്ങനെ വളരുന്നു? ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിൽ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ. എന്നാൽ രണ്ടായിട്ട് പറയാം. ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആത്മീയ വർദ്ധന ഇങ്ങനെയാണെങ്കിൽ ക്രിസ്തു വേരൂന്നിയവരും ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടവരുമായിട്ടാണ് നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതെങ്കിൽ നമ്മൾ ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിലായിരിക്കും നടക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എന്തുണ്ടാവും? അത് എന്തുണ്ടാവുന്നല്ല, ആര് കൂടെ ഉണ്ട്? യേശു കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് കാര്യങ്ങൾ അതിനകത്തുനിന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും യേശു കൂടെ നിന്നുകൊണ്ടായുള്ള പ്രവൃത്തികളാണോ? നമ്മുടെ പ്രവൃത്തികളെല്ലാം പരിശോധിക്കേണ്ട കാര്യമാണ്. ആണോ ഇല്ല എന്നുള്ളത് എന്നോടുള്ള ഉത്തരവാദിത്തം. നമ്മുടെ ആത്മപരിശോധന. ക്രിസ്തുവിനോട് കൂട്ടായ്മയിൽ എന്ന് പറഞ്ഞാൽ ഞാനും യേശുവും കൂടി കൈപിടിച്ചോണ്ടാണോ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്? പരിശോധിക്കേണ്ട വിഷയം ഒന്ന്. ഇനി രണ്ടാമത്, ഓരോ കാര്യം ചെയ്യുമ്പോൾ യേശു എന്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തെ നമ്മൾ എങ്ങനെ സമീപിക്കും? യേശു കൂടെ ഉണ്ട്, അങ്ങനെ ആ വിചാരിച്ചിട്ടാണ് ഓരോ കാര്യവും ചെയ്യുന്നത്. നമ്മളങ്ങ് അധ്വാനിക്കുകയാണ് ഓരോ പ്രശ്നത്തിനും വേണ്ടി. യേശു കൂടെ ഉണ്ടെന്നുള്ളത് ഇത് ഈ വചനം വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളത് ചോദ്യമാണ്. ചോദ്യത്തിന് മുമ്പിൽ നിന്നാണ് പരിശോധിക്കേണ്ടത്. ഒന്ന്, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും യേശു കാണുന്നുണ്ടെന്നുള്ള ബോധമുണ്ടോ? അല്ലെങ്കിൽ യേശുവും കൂടെ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ കുറ്റം പറഞ്ഞതും ഞാൻ എൻ്റെ ഈ പുന്നായ്മ പറഞ്ഞതും ഈ മറ്റേ മോശമായ ചിന്ത എൻ്റെ മനസ്സിലോട്ട് വന്നപ്പോൾ യേശു കൂടെ ഉണ്ട് എന്നുള്ള ബോധം നമുക്കുണ്ട്. കള്ളം പറഞ്ഞതും അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടതും അതൊക്കെ ചെയ്തപ്പോൾ എൻ്റെ കൂടെ ആരുണ്ടെന്നാ? യേശു ഉണ്ടെന്നുള്ള ബോധം ഉണ്ടായിരുന്നോ? ഈ വാക്യങ്ങളാണ് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ. വിശ്വാസികളോടാണ് ഈ പറയുന്നത്. നിങ്ങൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾ രക്ഷ പ്രാപിച്ചപ്പോൾ വിശ്വസിച്ചത് യേശുവിനെ കൈക്കൊണ്ടുവെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആ വിശ്വാസത്തിൽ തന്നെ ഇതും കൂടെ വിശ്വസിക്കണം. എന്ത്? നിങ്ങളുടെ നടപ്പ് ഇങ്ങനെയാണെന്നുള്ളത് ആണോ പരിശോധിക്കണം. രണ്ടാമത് കാര്യം കൂടെ പറഞ്ഞു. യേശു കൂടെ ഉള്ളപ്പോൾ ചെയ്യുന്ന പോലെ പ്രവൃത്തിയാണോ നമ്മൾ ചെയ്യുന്നതെന്നുള്ള ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, യേശു കൂടെ ഉണ്ടെന്നുള്ള ബോധത്തോടെയാണ് പല കാര്യങ്ങളും നമ്മൾ വളരെ ഈസി ആയിട്ട് ചെയ്യത്തില്ലേ?
അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ആശ്വാസമെങ്കിലും കിട്ടത്തില്ലേ? യേശു കൂടെ ഉണ്ട് എൻ്റെ കൂടെ. അപ്പൊ പിന്നെ ഈ പ്രശ്നത്തിനൊരു ഈ ഒരു പ്രശ്നമല്ല, ഈ ഒരു സാഹചര്യത്തിനൊരു പ്രശ്നമേ അല്ല എന്ന് ചിന്തിക്കത്തില്ലേ? അങ്ങനെയുണ്ടോ? ചിന്തിക്കുന്നുണ്ടോ? നമുക്ക് സത്യസന്ധമായിട്ട് ദിവസം പരിശോധന നടത്താനുള്ള അവസരമാണ്. നമ്മുടെ വിശ്വാസം എവിടെ ഇരിക്കുന്നു എന്നുള്ളത്. വിശ്വാസം, ഈ വാക്യത്തിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: യേശു എൻ്റെ കൂടെ ഇരുന്നാണ് എൻ്റെ ജീവിതം. എൻ്റെ ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് കർത്താവിൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് എല്ലാ സമയത്തും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള തികഞ്ഞ ബോധം കർത്താവിൻ്റെ കൂടെ ഇരുന്ന് ഞാനും യേശുവും കൂടെ ഒരുമിച്ചാണ് എല്ലാം ചെയ്യുന്നത് എന്നുള്ള തികഞ്ഞ ബോധം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സമയത്തും ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അത് ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ ജീവിതം വ്യത്യസ്തമായിരിക്കും പ്രിയമുള്ളവരെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ സത്യമായിട്ട് പരിശോധിക്കും നമ്മുടെ ജീവിതം എങ്ങനെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ഭാരം ഇതിൻ്റെയൊക്കെ ഈ പരിശോധനയിൽ നമുക്ക് കാണാൻ പറ്റും എന്തുകൊണ്ടാണെന്നുള്ളത്. നമുക്കിന്ന് മാനസാന്തരപ്പെടാം. രക്ഷയുടെ ദിവസമാണ്, നമുക്കിന്ന് മടങ്ങി വരാം. ഒന്നും രണ്ടും നമ്മൾ ഒരുമിച്ചാണ് പറഞ്ഞത്. മൂന്നാമത് കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വിശ്വാസം അല്ലേ? വിശ്വാസം വെറുതെ അല്ല പറഞ്ഞത്. വിശ്വാസം വെറുതെ ഒരു വിശ്വാസം എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഉറച്ച വിശ്വാസം. വിശ്വാസത്തിൽ ഉറച്ചു അവിടെ ബയലും ഉറച്ചു എന്നല്ലേ? ജോസഫ് വിശ്വാസത്തിന്റെ ഉറച്ചു എന്നുണ്ടോ? കൊലോസ്യർ 2:7. ഒന്നുകൂടെ അതിനകത്ത് ഉറച്ചൊന്നല്ല, അടി ഉറച്ചു. ഒരു പഴയത് ഉറച്ചെന്ന് മാത്രമേ ഇതിനകത്ത് അടി ഉറച്ചു. അതിനെ കുറച്ചുകൂടെ ഒന്ന് ബലപ്പെടുത്തിയതായിരുന്നു അല്ലേ മലയാള വാക്ക്. അതിന്റെ അത് അടിയുറച്ച വിശ്വാസം കണ്ട് സന്തോഷിക്കുന്നു പറഞ്ഞാൽ ഇതിൽ വീണ്ടും അത് ആവർത്തിച്ച് പ്രബോധനമായിട്ട് പറയുന്നു, ഉറച്ച വിശ്വാസം. നിങ്ങളുടെ ഈ വിശ്വാസം എന്നുള്ള വാക്കുകൾ നമ്മളെ പറഞ്ഞു നമുക്ക് വിശ്വാസം എന്നാന്ന് പോലും അറിയാൻ മേല. വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ വിശ്വാസം എന്താണെന്ന് അറിയാവോ? എന്താ വിശ്വാസം? കൂടി വന്നാൽ നമ്മളിപ്പോൾ പറയും എബ്രായലേഖനത്തിലെ വാക്യം പറയും. എന്തു പറയും? കാണാത്ത അതെല്ലാവർക്കും വേണേൽ പറയാൻ പറ്റും. പക്ഷേ ശരിക്കും അനുഭവമായിട്ട് വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവങ്ങൾ വെളിപ്പെടുത്തി തരുന്ന വിശ്വാസത്തിന്റെ ചില ഘടകങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിശ്വാസത്തിൽ കണ്ടെത്താം. നമ്മൾ ചില കാര്യങ്ങൾ അതെ അത് എബ്രായലേഖനത്തിലെ കാര്യം. ഞാൻ പറഞ്ഞത് നമ്മുടെ അനുഭവത്തിൽ എങ്ങനെ ഇരിക്കുന്നു വിശ്വാസം, അനുസരണം, അതൊക്കെ ഓരോ നോക്കാം. ഒന്നാമത് വിശ്വാസം എന്ന് പറയുന്നത് ഒരു ധൈര്യമല്ലേ? ദൈവത്തിന്റെ മുമ്പാകെ നമുക്കുള്ള ഒരു പ്രാഗൽഭ്യമല്ലേ? നമുക്ക് ദൈവത്തോടുള്ള ഒരു ധൈര്യമല്ലേ വിശ്വാസം? വിശ്വാസമുള്ളവർക്കല്ല ദൈവമുണ്ടെന്നുള്ളൊരു അത് ധൈര്യം എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയുന്നില്ല. ധൈര്യത്തിലുള്ള വാക്കിൽ എന്ത് പറയും? പച്ചയായ മലയാളത്തിൽ എന്തെങ്കിലും ഒരു അർത്ഥമുണ്ട്? സുഭാഷ് എന്ത് പറഞ്ഞു? ഉറപ്പ്. ധൈര്യം എന്ന് പറഞ്ഞാൽ ഒന്നിനെയും ഇപ്പൊ ഞാൻ പറയട്ടെ, ധൈര്യമില്ലാത്ത ഒരാൾക്ക് കടലിലോട്ട് ചുമ്മാ പോകും ഒറ്റയ്ക്ക്. ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. ധൈര്യമില്ല, പേടിയില്ല, ഭയമില്ല. അതാ ഭയമില്ലാത്ത കാര്യമാണ് ധൈര്യം എന്ന് പറയുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് ഒരു ധൈര്യമാണ്. ആ ഒരു വാക്യമുണ്ട്, സന്ദീപ് കണ്ടുപിടിക്കുക വാക്യം. വിശ്വാസം ധൈര്യമായിട്ട് ചേർത്ത് കറക്റ്റ് ചെയ്തൊരു വാക്യം ഒരു വാക്യമുണ്ട്. ഞാനിത് വലിയ മിടുക്കനായതുകൊണ്ടല്ല, ഞാനിത് നോക്കി കണ്ടുപിടിച്ചതാ. വിശ്വാസം ധൈര്യമായിട്ട് വരുന്ന ഒരു വാക്യം എഫെസ്യലേഖനത്തിലുണ്ട്. എഫെസ്യലേഖനം 2-ാം അധ്യായം. ക്രിസ്തുവിലുള്ള വിശ്വാസം നമുക്ക് ദൈവത്തിലേക്ക് ധൈര്യം എന്നാണ്. എഫെസ്യലേഖനം 3-ാം അധ്യായം, 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും ദൈവസന്നിധിയിലേക്ക് പ്രവേശനം. അപ്പൊ ഞാൻ പറഞ്ഞ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഞാൻ പറയാൻ ശ്രമിച്ചത് വിശ്വാസം എന്ന് പറയുന്നത് നമുക്കൊരു ധൈര്യമാണ്. അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുമ്പോൾ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോടൊരു ദൈവം മുമ്പാകെ നമുക്കൊരു ധൈര്യമുണ്ട് എന്ന് പറയുമ്പോൾ ആ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ ഇപ്പൊ എല്ലാവർക്കും. ഞാൻ ആവർത്തിച്ച് പറയുമ്പോൾ ധൈര്യം എന്ന് പറഞ്ഞത്
ദൈവത്തോട് ആ വാക്യം ഒന്ന് വായിച്ചോ, എഫെസ്യരിലെ ആ വാക്യം വായിക്കുമ്പോൾ അത് മനസ്സിലാവും എന്താണ് ഇംഗ്ലീഷിൽ. അത് ആ അർത്ഥം തന്നെയല്ലേ സന്ദീപ് വരുന്നത്? ഇംഗ്ലീഷ് ഒന്ന് ബോൾഡ്നസ് ബൈ അത് ദൈവത്തോടുള്ള ധൈര്യം അല്ലല്ലേ? വിശ്വാസം എന്ന് പറയുന്ന വിശ്വാസത്താൽ നമുക്ക് ദൈവത്തോടൊരു ധൈര്യം, അത് ദൈവത്തിന്റെ അടുക്കൽ ചെല്ലാൻ നമുക്കൊരു ധൈര്യം. വിശ്വാസം എന്ന് പറയുന്നത് ധൈര്യമാണ്. ഇന്ന് പലർക്കും ദൈവത്തിന്റെ അടുക്കൽ ചെല്ലാൻ ഭയമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താ? അവർക്ക് ചിലരെങ്കിലും അറിയാതെങ്കിലും പറയാറുണ്ട് എനിക്ക് പേടിയാണെന്ന്, ദൈവത്തിന്റെ അടുക്കൽ ചെല്ലാൻ പേടിയാണെന്ന് വേറൊരു രീതിയിൽ പറയാറുണ്ട്. അല്ലെങ്കിൽ ദൈവത്തോടൊരു ഭയം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭക്തിയുള്ള ഭയമാണ് വേണ്ട നമ്മൾ പലപ്പോഴും പറയും. പക്ഷേ അതിന് പകരം വേറൊരു പേടിയുള്ള ഭയമാണ് പലർക്കും എങ്കിൽ അതിന്റെ കാരണം എന്താ? അവർക്ക് ദൈവത്തിൽ വിശ്വാസമില്ല എന്നുള്ളതാണ്. ദൈവത്തിലുള്ള വിശ്വാസം നമുക്ക് ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലാനുള്ള ധൈര്യം തരുന്നു. രണ്ടാമത് വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു ധൈര്യമാണ്. പിന്നെ നമുക്ക് വേറെ കാര്യം ഇങ്ങനെ പറയാം. നേരത്തെ സിസ്റ്റർ പറഞ്ഞ പോലെ ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയമാണ് വിശ്വാസം. അത് ദൈവവചനത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുള്ള പൂർണ്ണ ആശ്രയമാണ്. കർത്താവ് ഇതുപോലൊരു വിശ്വാസം ഞാൻ വേറെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് ഈ ആശ്രയത്തിന് മുമ്പിലാണ്. ഈ കർത്താവിന്റെ വാക്കിലുള്ള ദൈവത്തിന്റെ വചനത്തിൽ അത് ആരോടാണ് പറഞ്ഞത്? ശതാധിപനോട്. എല്ലാവർക്കും അറിയാവുന്ന മത്തായിയുടെ സുവിശേഷം 8-ാമത്തെ. എല്ലാവരും അറിയാമെങ്കിലും ഒന്ന് നോക്ക്, മറന്നുപോയിട്ടുണ്ടെങ്കിൽ ആ ഭാഗം നമ്മളെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റുമെന്നുള്ളതാണ്. കർത്താവ് പറയും ഇതുപോലൊരു വിശ്വാസം ഞാൻ എങ്ങും കണ്ടിട്ടില്ല. ഇത് കേട്ടിട്ട് പറഞ്ഞു ഇസ്രായേലിൽ പോലും ആരിലും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഇത്ര വലിയ വിശ്വാസം. അത് പറഞ്ഞത് ശതാധിപനോടാണ്. ശതാധിപന്റെ വിശ്വാസം കണ്ടിട്ടാണ്. 8-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യത്തിൽ 8-9 വാക്യത്തിൽ അവിടെ എന്താണ് നമുക്കറിയാം, സന്ദർഭം അറിയാം. എന്താണ് ശതാധിപൻ പറയുന്നത്? എന്താണ്? കർത്താവേ, അങ്ങ് എന്റെ ഭവനത്തിൽ വരുവാൻ യോഗ്യതയില്ല, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എന്റെ ദാസന് സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടുകൊണ്ടാണ് എന്റെ കീഴിൽ പടയാളികളുണ്ട്. ഒരു വാക്ക് അവിടുന്ന് പറഞ്ഞാൽ മതി, എന്റെ ദാസന് സൗഖ്യം കിട്ടും എന്ന് പറഞ്ഞാൽ അതിന്റെ ആശ്രയത്തെ ആ വിശ്വാസത്തിന്റെ വലിപ്പം ഒന്ന് ഓർത്ത് നോക്കുക. അതാണ് അതിനെ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇങ്ങനെ പറയാം. എന്താണ്? ദൈവത്തിലും ദൈവവചനത്തിലുമുള്ള ആശ്രയമാണ് വിശ്വാസം. നമ്മൾ വിശ്വാസം എന്താണെന്നാ പറയുന്നത്? അതിലുള്ള ആശ്രയം അതാണ് അത് കണ്ടിട്ട് അതിലുള്ള ഒരു ആശ്രയം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വേറെ ഒരു സാധ്യതയുമില്ലാതെ എങ്ങനെയാ ആശ്രയം എന്നുള്ള വാക്ക്? പൂർണ്ണ ആശ്രയം. കർത്താവായ യേശുക്രിസ്തുവിലുള്ള പൂർണ്ണ ആശ്രയം എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ ഒരു സ്ഥലത്തും ആശ്രയിക്കാനില്ലെന്നല്ല, വേറൊരു സ്ഥലത്തൊന്നും എനിക്ക് ഒരു സഹായം കിട്ടത്തില്ല, എനിക്ക് യേശു മാത്രമേ ഉള്ളൂ എന്നുള്ള ആ തികഞ്ഞ ആശ്രയം, പൂർണ്ണമായിട്ടുള്ള ആശ്രയം അവിടെ മാത്രമേ ഉള്ളൂ എന്നുള്ള ആ ഒരു ബോധം, അതാണ് വിശ്വാസം. അതാണ് വിശ്വാസം. അത് ശതാധിപനിൽ കണ്ടതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഇത്രയും വലിയ വിശ്വാസം ഞാൻ വേറെ ഒന്നും കണ്ടില്ല. അത് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 8:10 ആ വാക്യം. ഇത്രയും വലിയ വിശ്വാസം ഞാൻ ഇവിടെയും കണ്ടില്ല എന്ന്. പ്രിയമുള്ളവരെ, സത്യസന്ധമായിട്ട് നമ്മളോട് തന്നെ ചോദിക്കണം. നമ്മൾ ഇങ്ങനെ കർത്താവിന്റെ വാക്കുകളിലും ദൈവവചനത്തിലും ദൈവവചനം അത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അത് അങ്ങനെ ആയിരിക്കും എന്നുള്ള ആ തരത്തിൽ നമ്മൾ ദൈവവചനത്തെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവ് വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളത് ഈ അർത്ഥത്തിൽ. ഇപ്പൊ നമ്മൾ പല കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിക്കുന്നുണ്ടോ ഞാൻ ചോദിക്കുമ്പോൾ എല്ലാ കാര്യത്തിലും നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനത്തിലും ദൈവത്തിലും സർവശക്തനായ ദൈവത്തിലും നമ്മൾ ആശ്രയിക്കുന്നുണ്ടോ? എനിക്ക് വേറെ എവിടെ ഒരു ഹെൽപ്പ് വേണ്ട, എനിക്കൊരു സഹായം വേറെ എവിടെ നിന്നും വേണ്ട, ഇവിടെ നിന്ന് മതി എന്ന് പറഞ്ഞൊരു പൂർണ്ണമായ ആശ്രയം ദൈവത്തിൽ വെക്കുന്നുണ്ടോ? നമ്മള് പ്രാർത്ഥിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഞാൻ പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. പ്രാർത്ഥനാ വിഷയങ്ങൾ ചോദിക്കുമ്പോൾ പലർക്കും പ്രാർത്ഥനാ വിഷയം ഇല്ല. പ്രാർത്ഥിക്കാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിലുള്ള ആശ്രയമാണ് നമ്മൾ അവിടെ വെളിപ്പെടുത്തുന്നത്. ആ താഴ്മയാണ്. ദൈവത്തിന്റെ സഹായം എനിക്ക് വേണം അത് പറയാൻ. പിന്നീട് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ചോദിക്കുമ്പോഴത്തേക്ക് പല കാര്യങ്ങളുണ്ട്. അതുണ്ട്, അത് പ്രാർത്ഥനാ വിഷയമല്ലായിരുന്നു, അതവർക്ക് പ്രാർത്ഥന വിഷയമായിട്ട് തോന്നിയില്ല. അപ്പൊ ദൈവത്തിലുള്ള ആശ്രയത്തെക്കാട്ടുള്ള അവർ വേറെ കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിലൊക്കെ ചെയ്യുന്നതിനെ കുറിച്ചാണ് കൂടുതൽ ഉറപ്പ്. കൂടുതൽ ഉറപ്പ് അവരാ. ദൈവത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് അതിന് ശേഷമേ ഉറപ്പുള്ളൂ. പിന്നെ
വേണമെങ്കിൽ പ്രാർത്ഥനയോട് ഇരുന്നോട്ടെന്നുള്ള രീതിയിൽ ചിലപ്പോൾ പറയുമായിരിക്കും. പക്ഷെ പ്രവൃത്തിയൊക്കെ വേറെ ചെയ്തിട്ടാണ്. പക്ഷെ അങ്ങനല്ല. ആദ്യത്തെ ഉറപ്പ് എവിടുന്ന് കിട്ടണം? കർത്താവിൽ കിട്ടണം. ആ ആശ്രയം, അതാണ് വിശ്വാസം. ആ വിശ്വാസം ഉണ്ടെന്നുള്ള ആവശ്യം. ചില സന്ദർഭങ്ങൾ അങ്ങനെ ഉണ്ടാവും. ഞാൻ ദിവസങ്ങൾ കൂടുതൽ പഠിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല പലതും നടക്കുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ ആശ്രയം അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട. മരുന്ന് കയ്യിലുണ്ടെങ്കിൽ മരുന്നാണ് ആദ്യം നമ്മുടെ ആശ്രയം. അസുഖം നമ്മൾ പ്രാർത്ഥിക്കുന്നതാണോ രണ്ടാമതേ വരുള്ളൂ അല്ലേ? അപ്പൊ ആദ്യത്തെ ആശ്രയം എവിടെയാണ്? അതുകൊണ്ട് അതേപോലെ നോക്കണ്ട. ഇങ്ങനെ നോക്കുന്ന മരുന്ന് കഴിക്കണം. മരുന്ന് രണ്ടാമത്. ഇന്നലെ രാത്രി ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ 8 മണിക്ക് ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും കിടന്നുറങ്ങാണ്. AC കമ്പാർട്ട്മെന്റാണ്. പക്ഷെ എനിക്കൊരു 9 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് തണുക്കുന്നു. അതുപോലെ ഒരു ഫീവറിഷായിട്ട് എനിക്ക് തോന്നുന്നു. ഭയങ്കര ഷിവർ ചെയ്യുന്ന പോലത്തെ തണുപ്പ്. ഞാൻ AC കൂട്ടിയിട്ട്, പക്ഷേ ഞാൻ ചുറ്റും നോക്കിയപ്പോഴത്തേക്ക് വേറെ ആർക്കും കുഴപ്പമില്ല. അവരാരും അങ്ങനെ പോയിച്ചിട്ടൊന്നുമില്ല. എല്ലാവരും സാധാരണ പോലെ ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഷിവർ ചെയ്ത്. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ പെട്ടിക്കകത്ത് മരുന്നിൻ്റെ പെട്ടിയെടുത്ത് പാരസെറ്റമോൾ ഉണ്ടോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വചനം ഓർമ്മ വന്നു. ഞാൻ പ്രിപ്പയർ ചെയ്തു. പാരസെറ്റമോൾ ഇല്ലായിരുന്നു ദൈവകൃപയാൽ. ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ പറയാം. അപ്പം ഞാൻ ഈ വചനം ഇങ്ങനെ ഈ ദൈവത്തിനെ എൻ്റെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഞാനിങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന മനസ്സിൽ ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിൽ ഇങ്ങനെ വിശ്വാസത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇത് സംഭവിച്ചത്. ഞാൻ പ്രാർത്ഥിക്കുന്നത് സത്യമായിട്ട് ഇതാണ് വിശ്വാസം. എനിക്കിപ്പോൾ ഇവിടെ ഒരു ആശ്രയം വേറെ ഇല്ല. എനിക്ക് പനിയാണോ എന്താണെന്ന് എനിക്കറിയാൻ മേല. ഭയങ്കരമായിട്ട് ഷിവർ ചെയ്തിട്ടുണ്ട്. വേറെ ഒരു നിർത്തിയില്ല. ട്രെയിനിനകത്ത. പിന്നെ ഞാൻ കിടന്നു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊന്ന് മാറി. എങ്ങനെയോ ഷിവറിങ് മാറി. പനിയുടെ വേറെ ലക്ഷണങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാനൊന്നും കഴിച്ചില്ല. ഒന്നും മാറി. എനിക്ക് തോന്നുന്നു ദൈവം എന്നെ പഠിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ അന്നേരം ഒരു വിറയിൽ വന്നതാണോ എന്ന് വിചാരിച്ചു. ഈ പറയുമ്പം എന്നിട്ട് ഇന്ന് പ്രസംഗിക്കുമ്പം അനുഭവിക്കാതെ പ്രസംഗിക്കരുതെന്നുള്ളതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ തന്ന അനുഭവമാണോ എന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നു. ആശ്രയം ആദ്യം എവിടെയാണ്? മരുന്നിലാണോ ദൈവത്തിലാണോ? ചെറിയ അസുഖം ഉണ്ടെങ്കിലും പ്രാർത്ഥന വിഷയമായിട്ട് പറയണമെന്ന് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. പോലും പലരും പറയാത്തത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ആശ്രയം വേറെ എവിടെ ആയിരിക്കുന്നു. അതുകൊണ്ടാണ്. അതല്ല, നമ്മുടെ ആശ്രയം ഒന്നാമത് ദൈവത്തിലായിരിക്കണം. അതാണ് വിശ്വാസം. വിശ്വാസം എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മളിപ്പോൾ രണ്ടാമതായിട്ട് പറഞ്ഞത്. വിശ്വാസം ധൈര്യമാണ്. വിശ്വാസം ദൈവവചനത്തിലും കർത്താവായ യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ പൂർണ്ണമായ ആശ്രയമാണ്. ഇനിയും വേറെ ഒന്നും കൂടെ സിസ്റ്റർ അതിൻ്റെ കൂടെ വേറെ പറഞ്ഞു. അനുസരണം ദൈവവചനം അല്ല, ദൈവത്തോടുള്ള സത്യസന്ധമായ ഒരു അനുസരണം മാത്രമല്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കീഴടങ്ങലും വിധേയപ്പെടലും അനുസരണവുമുണ്ട്. അല്ലെങ്കിൽ വിശ്വാസത്തോടു കൂടി ഒരു അനുസരണത്തിന്റെ പ്രവൃത്തിയുണ്ട്. പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ്. അല്ലെങ്കിൽ ആ വിശ്വാസം ആരുടെ വിശ്വാസമാണെന്നാണ് പിശാചിന്റെ വിശ്വാസം. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം പിശാചിന്റെ വിശ്വാസമാണ്. അപ്പൊ നമ്മുടെ പലരുടെ വിശ്വാസം അങ്ങനെ ആവാൻ പോകും. എന്താ? പ്രവൃത്തിയില്ലെങ്കിൽ, ഈ പറഞ്ഞതെല്ലാം നമ്മളെ ആശ്രയിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അനുസരിക്കുന്നില്ലെങ്കിൽ. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിനും ദൈവവചനത്തിനുമുള്ള അനുസരണം, കീഴടങ്ങൽ, വിധേയപ്പെടൽ, ഇതെല്ലാം ഉണ്ട്. അതെല്ലാം ചേർന്നാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്. അവിടെ വിശദമായിട്ട് യാക്കോബ് അപ്പോസ്തലൻ വിശദമായിട്ട് എഴുതിയിരിക്കുന്നുണ്ട്. കുറെ ഒരു 2-ാം അധ്യായത്തിന്റെ കുറെ ഭാഗം അങ്ങനെയാണ് അല്ലേ? യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 2-ാം അധ്യായത്തിന്റെ 14 മുതൽ അങ്ങോട്ട് വിശ്വാസത്തിന്റെ പ്രവൃത്തികളെന്ന് പറഞ്ഞാണ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് വിശ്വാസത്തിനോടൊരു പ്രവൃത്തി ഇല്ലെങ്കിൽ നിർജ്ജീവ പ്രവൃത്തിയാണ്. പല കാര്യങ്ങളും അവിടെ പറയുന്നുണ്ട്. അതിലെ ഒരു കാര്യം നമുക്ക് നോക്കാം. അത് എബ്രഹാമിന്റെ കാര്യം പറയുന്നുണ്ട്. എബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ച് പറയുന്നിരിക്കുന്നു. എബ്രഹാമിന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എബ്രഹാമിന്റെ വിശ്വാസം എന്ന് പറയും. പക്ഷെ ആ വിശ്വാസം അല്ല എബ്രഹാമിന്റെ നീതീകരിക്കപ്പെട്ടായിട്ടല്ല ഇവിടെ പറയുന്നത്. എന്താണ്? പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി എന്താണ്? എബ്രഹാമിന്റെ വിശ്വാസം എന്ന് എപ്പോഴും എല്ലാവരും പറയും. നമ്മളിങ്ങനെ പറയാം. പക്ഷെ വിശ്വാസത്തേക്കാൾ കൂടുതൽ ആ വിശ്വാസമായി തീർന്നത് എന്താണ്? എബ്രഹാമിന്റെ ഒരു പ്രവൃത്തിയാണ്. എന്താണ്? താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് യാഗം കഴിക്കാനായിട്ട് പറഞ്ഞു. ആ നിമിഷം തന്നെ പുറപ്പെട്ടു. ഉൽപ്പത്തി നോക്കുമ്പോൾ നമുക്ക് കാണാം അല്ലേ? യഹോവ അരുളി ചെയ്തു. അടുത്ത ദിവസം രാവിലെ പുറപ്പെട്ടു എന്നാണ് അല്ലേ? അങ്ങനെയാണോ? തൊട്ടടുത്ത ദിവസം തന്നെ. പിന്നെ അവിടെ താമസമൊന്നുമില്ല.
ഏത് അധ്യായത്തിലാണ്? 22 ആ 22 2 വാക്യത്തിലാണ് നിന്റെ മകനെ ഹോമയാഗം കഴിക്കുക എന്ന് പറഞ്ഞു. 3 വാക്യത്തിൽ പിന്നെ അതിന്റെ കഴിക്കാൻ നല്ല ചെയ്തു. പിന്നെ അടുത്തായിട്ട് നമ്മൾ കാണുന്നത് അബ്രഹാം രാവിലെ പുറപ്പെട്ടു എന്നാണ്. അതിരാവിലെ എഴുന്നേറ്റ് പുറപ്പെട്ടു എന്നാണ്. അവിടെ അനുസരണത്തിന്റെ ആ ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം. അനുസരണം, കീഴടങ്ങല്, വിധേയപ്പെടല്. എന്തിനാല് അതിനെയാണ് എന്ത് പറയുന്നത്? അതിനെയാണ് വിളിക്കേണ്ടത് എന്ത്? വിശ്വാസം എന്ന് വിളിക്കേണ്ടത്. പ്രിയമുള്ളവരെ, നമ്മൾ വിശ്വാസം എന്ന് പറയുന്ന വിശ്വാസം എന്താണെന്നാണ് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ കണ്ടുന്ന ഒരു കാര്യം ഇതാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിലും ദൈവത്തിന്റെ അരുളപ്പാടിലും ഉള്ള കീഴടങ്ങൽ, അപ്പോൾ തന്നെയുള്ള അനുസരണം, വിധേയപ്പെട്ടുകൊണ്ട് പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്തുകൊണ്ട്, അല്ലെ? സറണ്ടർ ചെയ്യുക എന്ന് പറയുന്നത് അവിടെ പൂർണ്ണമായിട്ടുള്ള വിധേയപ്പെടലാണ്. അതേ കർത്താവേ, അങ്ങനെ തന്നെ. അതാണ് വിശ്വാസം. അതിനെയാണ് നീതിയായി കണക്കിട്ട് നമ്മൾ വായിക്കുന്നത്. അതാണ് നീതിയായി കണക്കിട്ട് നമ്മൾ കാണുന്നത്. ഇത്തരത്തിലാണോ നമ്മുടെ വിശ്വാസം? ഇതാണ് നമ്മുടെ വിശ്വാസം. ഒരു പ്രവൃത്തിയില്ലാതെ ദൈവം ചെയ്യോ എന്ന് സംശയിച്ചു. അല്ലെങ്കിൽ ഒരു കാര്യം കർത്താവ് പറഞ്ഞാൽ നമ്മൾ അത് അനുസരിക്കാനായിട്ട് നമ്മൾ എന്ത് മഴ അങ്ങനെ അതെങ്ങനെ പറ്റും കർത്താവേ? നമ്മൾ മനസ്സിലെങ്കിലും ചോദിക്കുന്നത് ഒരു കാര്യം അങ്ങനെ വേണം, ഇങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും നമുക്ക് അതിന് വിധേയപ്പെടാൻ നമുക്ക് പറ്റുന്നുണ്ടോ? പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് പറയണം? എനിക്ക് വിശ്വാസം കുറച്ച് കുറവാണ്. സ്വന്തം മകനെ യാതൊരിക്കാൻ പറഞ്ഞപ്പോൾ അനുസരിച്ച എബ്രഹാമിനെയാണ് നമ്മൾ വിശ്വാസികളുടെ പിതാവായി, അല്ലെ? എബ്രഹാമിന്റെ വിശ്വാസം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിന്റെ എത്രയോ ചെറിയ അളവിൽ നിന്നുകൊണ്ടാണ് ഈ പറയുന്നത്. നമ്മൾ എന്താണ് അനുസരിക്കുന്നത്? എന്താണ് അനുസരിക്കുന്നത്? പരിശോധിക്കണം. നമ്മൾ എന്താണ് അനുസരിക്കുന്നത്? ദൈവവചനത്തെ അതുപോലെ ഒട്ടും ചോദ്യം ചെയ്യാതെ കീഴടങ്ങുന്ന ഒരു മനോഭാവം നമ്മുടെ വിശ്വാസത്തിലുണ്ടോ? ഒട്ടും ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ വിശ്വാസത്തിലുണ്ടോ? നമ്മൾക്ക് ദൈവം ചില കാര്യങ്ങൾ ദൈവവചനത്തിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ചില കാര്യങ്ങൾ നമ്മളോട് ദൈവാത്മാവിനാൽ പറയുമ്പോൾ നമ്മൾ അതിനോടല്ല നമ്മുടെ പ്രതികരണം അത് ചെയ്യാം. ഇല്ല, നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനേ ചെയ്യത്തുള്ളൂ. വിധേയപ്പെടൽ എന്ന് പറയുന്ന കാര്യമേ ഇല്ല. നമ്മൾ എന്ത് ചെയ്യുന്നതും നമ്മുടെ ഇഷ്ടത്തിനേ ചെയ്യത്തുള്ളൂ. എനിക്ക് ബോധ്യം ഉണ്ടെങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ ആര് പറഞ്ഞാലും ചെയ്യത്തില്ല. അതാണ്. അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് അവിടെ ഇല്ല. വിശ്വാസം എന്നുള്ളിടത്ത് ദൈവമാണ് ദൈവം പറയുന്നതാണെന്നുള്ള ബോധമില്ല, അല്ലെങ്കിൽ ദൈവവചനമാണ് പറയുന്നതെന്നുള്ള ബോധമില്ല. അവിടെയും നമ്മുടെ സ്വന്തം താല്പര്യം മാത്രമേ ഉള്ളൂ. അവിടെ വിശ്വാസമില്ല. വിശ്വാസം എന്നുള്ള പറച്ചിൽ മാത്രമേ ഉള്ളൂ. സത്യസന്ധമായിട്ട് നമ്മൾ പരിശോധിക്കുവാണെങ്കിൽ ദൈവാത്മാവ് ഇത് വെളിപ്പെടുത്തി തരും, കാണിച്ചു തരും. എവിടെയൊക്കെയാണ് നമുക്ക് അവിശ്വാസമുള്ളത്, നമുക്ക് വിശ്വാസം ഇല്ലാത്തതെന്നുള്ളത് പരിശോധിക്കാം. നാലാമത്തെ ഒരു കാര്യം കൂടെ വിശ്വാസത്തെ കുറിച്ച് പറയട്ടെ. ദൈവത്തിന്റെ വിശ്വസ്തതയിലുള്ള നമ്മളുടെ ഉറപ്പ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വിശ്വസ്തത. ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന്റെ വിശ്വസ്തതയിൽ സംശയിക്കാതെ ആശ്രയിക്കുക. ദൈവത്തിന്റെ വിശ്വസ്തതയിൽ സംശയിക്കുക. ദൈവം എങ്ങനെയാണ് എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാണ്. ദൈവത്തിന്റെ വിശ്വസ്തതയിൽ നമുക്ക് സംശയം ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? നമ്മുടെ ഏറ്റവും വലിയ കാര്യം എന്താ? നമ്മുടെ എല്ലാം പ്രയത്നം എന്തിനു വേണ്ടിയാണ്? നമുക്ക് നമ്മുടെ ജീവിതം, അല്ലേ? ദൈവത്തിൽ വിശ്വാസമുള്ളവരോടാണ് ചോദിക്കുന്നത്. നമ്മളെല്ലാം പ്രയത്നം എന്തിനു വേണ്ടിയാണ്? നമ്മളെല്ലാം ജോലി ചെയ്യുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ജീവിക്കാൻ വേണ്ടിയല്ലേ? ആ ചോദ്യത്തിന് ഉത്തരവില്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം ജോലി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എന്തിനു വേണ്ടി? ജീവിക്കാൻ വേണ്ടിയെന്ന് നിങ്ങളുടെ ഉത്തരവില്ലേ? അതിനെ പിന്നെ ആത്മീയ ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇനി ഞാൻ ചോദിച്ചാൽ അതുകൊണ്ട് അതിനെന്തെങ്കിലും ആത്മീയമായ ഉത്തരം ഉണ്ടോ എന്നുള്ളതാണ്. ആത്മീയ ഉത്തരവൊന്നും വേണ്ട. നമ്മളെല്ലാം ജോലി ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? ജീവിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും വിശ്വാസമുള്ളവർ ജോലി ചെയ്യേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ജീവിക്കാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിലും ജീവിക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം ദൈവം നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? അതുകൊണ്ട് ജോലി ചെയ്യേണ്ടെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല.
ആ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അതിനൊരു വ്യത്യാസം ഉണ്ടാവും. നമുക്ക് വേണ്ടി എല്ലാം ദൈവം ഒരുക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടോ? ദൈവം അതിലുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ അതുണ്ട്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തില് ദൈവത്തിന് അതൊക്കെ അറിയാം. ഇന്ന് അവർ കൃത്യമായിട്ട് അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്. 31 മുതൽ വാക്യങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ എന്ത് തിന്നും, കുടിക്കും, ധരിക്കും, ഇതാണ് ബേസിക് നീഡ്, ഏറ്റവും അടിസ്ഥാനമായ ആവശ്യം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് വ്യാകുലപ്പെടരുത്. വിജാതിയായി ഇവർക്ക് അന്വേഷിക്കുന്നത്. ഇവർക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവിനെ അറിയാം. ഇതിനോട് ചേർത്ത് നമുക്ക് പറയാമല്ലോ, നമുക്ക് വേണ്ടതെല്ലാം സ്വർഗസ്വനായ പിതാവിന് അറിയാം. അപ്പോൾ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഈ ബോധം ഉണ്ടെങ്കിൽ നമ്മുടെ ജോലി ചെയ്യുന്നതിനകത്തൊരു നമ്മൾ എന്ത് അധ്വാനിക്കുമ്പോഴും നമുക്ക് അതിനകത്തൊരു വ്യത്യസ്തത ഉണ്ടാവും. ഇത് ഈ ഉറപ്പുള്ളവര്. അതാണ് ഞാൻ പറഞ്ഞത്. വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? ദൈവം ഒരുക്കി വെച്ചിട്ടുള്ള ദൈവത്തിന്റെ വിശ്വസ്തതയിൽ, ദൈവത്തിന്റെ വിശ്വസ്തത എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിന്റെ വിശ്വസ്തത എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഗോഡ്സ് ഫെയ്ത്ത്ഫുൾനെസ്സിലുള്ള നമ്മുടെ ട്രസ്റ്റ്, ദൈവത്തിന്റെ വിശ്വസ്തതയിലുള്ള നമ്മളുടെ വിശ്വാസം, അല്ലെങ്കിൽ നമ്മുടെ ആശ്രയം, ട്രസ്റ്റ്, ആശ്രയം, അതാണ് വിശ്വാസം. ദൈവത്തിന്റെ വിശ്വസ്തതയിലുള്ള നമ്മുടെ ആശ്രയമാണ് വിശ്വാസം. ആ വിശ്വാസം നമുക്കുണ്ടോ? അതാ പരിശോധിക്കേണ്ടത്. ഇന്ന് വിശ്വാസത്തെ പരിശോധിക്കുന്നതിനുള്ള കാര്യങ്ങളാണ് കൂടുതൽ പറഞ്ഞത്. വിശ്വാസം ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യത്തിൽ എനിക്കൊരു ഉറപ്പുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു തെളിവ് ഇവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ ഒന്നിനെക്കുറിച്ചും വ്യാകുലപ്പെടുകയില്ല. ഒന്നിനെക്കുറിച്ചും എന്തിനെങ്കിലും കുറിച്ച് വിചാരപ്പെടുന്നെങ്കിൽ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ വിശ്വസ്തതയിലുള്ള ഉറപ്പില്ലായ്മയാണ്, അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ വിശ്വസ്തതയിൽ ഞാൻ ആശ്രയിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത്. എന്തിനെക്കുറിച്ചെങ്കിലും വിചാരപ്പെടുന്നെങ്കിൽ, വെറുതെ അനാവശ്യമായിട്ടുള്ള തോട്ട്, ചിന്തകൾ, ആകുല ചിന്ത, അത് ദൈവത്തിന്റെ വിശ്വസ്തതയിലുള്ള നമ്മളുടെ അവിശ്വാസമാണ്, അല്ലെങ്കിൽ അതിൽ ആശ്രയിക്കാതിരിക്കുന്നതാണ്. വേറൊരു കാര്യം കൊണ്ട് നമുക്ക് വേറൊരു വാക്യം കൊണ്ടുള്ള ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിച്ച് നമുക്ക് പറയാം. ഗുരുതലേഖനത്തിൽ 1:10 താങ്ങാവുന്നതിന് മീതെ പരീക്ഷിക്കത്തില്ല. 2 കൊരിന്ത്യരാണോ 1 കൊരിന്ത്യർ 10 താങ്ങാവുന്നതിന് മീതെ പരീക്ഷിക്കത്തില്ല എന്ന് മാത്രമല്ല, ഒരു പ്രയോജനം ഉണ്ടാകുമ്പോൾ അതിനുള്ള പോക്ക് വഴി ദൈവം ഒരുക്കും. അതൊരു പ്രൊവിഷനാണ്, ഒരു സാധ്യത ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്? നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു പ്രലോഭനവും അല്ലെങ്കിൽ ഒരു പരീക്ഷയും നമുക്ക് താങ്ങാവുന്നതിന് നേരെ ദൈവം ഒരിക്കലും നമുക്ക് തരത്തില്ല, അനുവദിക്കത്തില്ല. അത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. അത് നമ്മൾ അതിൽ നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും വിചാരപ്പെടുത്തില്ല. അതിന്റെ ഉറപ്പില്ലാത്തെങ്കിൽ നമ്മുടെ അവിശ്വാസമാണ്. അതും വിശ്വാസത്തിന്റെ ഒരു കാര്യമാണ്. ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളിലുള്ള നമ്മുടെ ഉറപ്പാണ്. അതുപോലെ തന്നെ അവിടെ വേറെ കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടാവും. അഥവാ ഇച്ചിരി ആദ്യം മനസ്സിലായില്ലെങ്കിലും പോലും വിശ്വസിക്കണം. എന്താണ്? ദൈവം അതിനുള്ള ഒരു വഴി ഒരുക്കി വെച്ചിട്ടുണ്ട് അതിനുള്ള വഴി. ഇതും നമുക്ക് ഉറപ്പില്ലെങ്കിൽ നമുക്ക് ഭാരപ്പെടും. ആ ഭാരം വരുമ്പോൾ ഓർക്കുക, അത് നമ്മുടെ അവിശ്വാസമാണ്. അവിശ്വാസം മാത്രമാണെന്ന് ഓർക്കുക. പ്രിയമുള്ളവരെ, ഈ വിശ്വാസത്തിന്റെ കാര്യവും കർത്താവിലുള്ള നടപ്പിന്റെ കാര്യങ്ങളും സത്യസന്ധമാണെങ്കിൽ പിന്നെ 4-ാമത്തെ കാര്യം എങ്ങനെയായിരിക്കും എന്ന് പറയാതെ തന്നെ ഇപ്പൊ തന്നെ ബോധ്യമായിട്ടുണ്ട്, ഇല്ലേ? ശരിക്കും വിശ്വസിക്കുന്ന ഒരാള് ഇപ്പൊ ഈ പറഞ്ഞ പോലെയുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയാണ് എപ്പോഴും നടക്കുന്നത്. ഇത്ര അവസാനം പറഞ്ഞിടത്തോളം വ്യാപാരപ്പെടരുത്. അങ്ങനെയുള്ള ഒരാളാണ് എങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തുണ്ട്? അത് സ്തോത്രം നിറഞ്ഞ് കവിയും. അപ്പൊ ഈ മേൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, ഇല്ല എന്നുള്ളതിന്റെ തെളിവ് എങ്ങനെയാണ്? നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്താൽ മതി. എന്ത്? ഹൃദയത്തിൽ സ്തോത്രം നിറഞ്ഞ് കവിയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ആ വ്യക്തി കർത്താവിലൂടെ നടക്കുന്നില്ല, കൂട്ടായ്മയിൽ നടക്കുന്നില്ല, വിശ്വാസമില്ല എന്നൊക്കെയാണ്. അങ്ങനെയാണ് കാര്യം. അതുണ്ടെങ്കിൽ അതിന്റെ ഒരു തുടർച്ചയാണിത്. കൽപ്പനയായിട്ട് തന്നെ എഫെസ്യരിൽ നമ്മൾ പറയുന്നില്ല, എല്ലാത്തിനും അല്ല 5:20
എഫെസ്യലേഖനം 5:20. എഫെസ്യലേഖനം 5:20. എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്യുവിൻ. അപ്പം ഒരു 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 കാര്യത്തിൽ ഒഴിവൊഴിവില്ല, എല്ലാറ്റിനും എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യുവിൻ. അപ്പം സ്തോത്രം നമ്മളിൽ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ ഈ പറഞ്ഞ പോലെ ഒരു ആത്മീയ ജീവിതമേ അല്ല. സ്തോത്രം ഇല്ലെങ്കിൽ പിന്നെ അവിടെ എന്താ വരുന്നത്? നമ്മുടെ ജീവിതത്തിൽ അതുണ്ട്. സ്തോത്രമില്ല, അതിന് പകരം വേറെ 2 കാര്യങ്ങളുണ്ട്. പരാതി എല്ലാവർക്കും അതിന്റെ ഉത്തരം അറിയാം കറക്റ്റായിട്ട്. സ്തോത്രം ഇല്ലെങ്കിൽ പിന്നെ വരുന്നത് പരാതിയും പിറുപിറുപ്പും. സ്തോത്രം ഇല്ലെങ്കിൽ വരുന്നത് പരാതിയും പിറുപിറുപ്പാണെന്നുള്ള ഉത്തരം നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന തന്നെ ഒരു വലിയ അറിവാണ്. ആ അറിവാണ് നമ്മളെ ചതിക്കുന്നത്. സ്തോത്രം ഉണ്ടാകണം, പരാതിയും പിറുപിറുപ്പും ഉണ്ടാകരുത്. സത്യസമാധി പാൽക്കാലം നമുക്ക് പരിശോധിക്കേണ്ടത് ഈ ഒരൊറ്റ പോയിന്റിൽ നിന്ന് പറയുമ്പോൾ തന്നെ പുറകോട്ടല്ല. ഈ ഒരൊറ്റ പോയിന്റിൽ നിന്നുകൊണ്ട് നമുക്ക് പുറകോട്ട് ചിന്തിക്കാം. പരാതി പിറുപിറുപ്പ് ഇപ്പോഴും എന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, എന്ത് പെട്ടെന്ന് തന്നെ പരാതിയാണ് വരുന്നതെങ്കിൽ, പിറുപിറുപ്പാണ് വരുന്നതെങ്കിൽ, അസ്വസ്ഥതയാണ് വരുന്നതെങ്കിൽ, മേലോട്ടുള്ള കാര്യങ്ങളെല്ലാം മാനസാന്തരപ്പെടേണ്ടതായിട്ടുണ്ട്. മേലോട്ടുള്ള കാര്യങ്ങളിൽ മുഴുവൻ മാനസാന്തരം ആവശ്യമുണ്ട്. ഏതൊക്കെ കാര്യങ്ങളാണ്? വിശ്വാസത്തെക്കുറിച്ച് ആ 4 കാര്യം പറഞ്ഞത് 4 എടുക്കേണ്ട ഒറ്റ വാക്കിൽ പറയാം. വിശ്വാസം എനിക്കില്ല, എന്നിലുള്ളത് അവിശ്വാസമാണ്, എന്നിലുള്ളത് അവിശ്വാസമാണെന്ന് ഒറ്റ വാക്കിൽ പറയാം. ഞാൻ കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ നടക്കുന്നില്ല എന്നുള്ള ഒറ്റ വാക്കിൽ പറയാം. എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും ഒരു അസ്വസ്ഥതയും പരാതിയും ഉണ്ടെങ്കിൽ എളുപ്പം പറയാം. നമ്മുടെ പരിശോധന അതുകൊണ്ട് എളുപ്പമാകാം. ഒറ്റ കാര്യം നോക്കിയാൽ മതി. ഞാൻ എൻ്റെ ജീവിതത്തിൽ പരാതി പിറുപിറുപ്പ് ഇപ്പോഴും ഉണ്ടോ, അസ്വസ്ഥതയുണ്ടോ, ആകുലചിന്തയുണ്ടോ? അപ്പോൾ തന്നെ മേലോട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഒറ്റ ഇത് കാണും. അങ്ങനെയൊക്കെയുള്ളത്. ചില സാഹചര്യത്തിൽ നമ്മൾ ഒരു കാര്യം നോക്കിയാൽ ബാക്കിയെല്ലാം ഡിഫോൾട്ടായിട്ട് വരുന്നത് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞ പോലെ താഴത്തെ ഇത് നമ്മൾ നോക്കി ടിക്ക് ചെയ്യുകയാണെങ്കിൽ അത് ടിക്കിട്ടാൽ മേലോട്ടുള്ളതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ടിക്കായിരിക്കും. താഴത്തെ ഇന്ത്യ വിട്ടാൽ മേലോട്ടുള്ളതെല്ലാം ഇല്ല എന്നായിരിക്കും. അതുകൊണ്ട് നമുക്ക് എളുപ്പം പരിശോധിക്കാൻ പറ്റുന്ന പാൽക്കാലം. അസ്വസ്ഥത, പിറുപിറുപ്പുണ്ടോ? പിറുപിറുപ്പുണ്ടെങ്കിൽ ഇതെല്ലാം എനിക്ക് മാനസാന്തരപ്പെടേണ്ട കാര്യമാണെന്ന് കണ്ട് നമുക്ക് ആഴത്തിലുള്ളൊരു പരിശോധന ഇന്ന് നടക്കട്ടെ. ഇത് രക്ഷയുടെ ദിവസമാണ്. പ്രിയമുള്ളവർ, ഇത് കേട്ടിട്ട് അതിനെ നിസ്സാരമാക്കുന്നവർക്കാണ് നഷ്ടം. ഇതിനെ കേട്ടിട്ട് ദൈവവചനത്തിലൂടെ ദൈവം ഇന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ വർഷങ്ങളുടെ പഴക്കം പറയാനല്ല, കൊലോസ്യയിലെ വിശ്വാസികളെ അപ്പോസ്തലൻ പറഞ്ഞുകൊണ്ടൊരു സാക്ഷ്യം നമുക്ക് വേണമെങ്കിൽ, ക്രമമായി നടക്കുന്നവരാണ് എന്നുള്ളത്, വിശ്വാസത്തിൽ ഉറച്ചു നടക്കുന്നവരാണ് എന്ന് പറയണമെങ്കിൽ ഇത്തരത്തിലൊരു പരിശോധന ആഴത്തിൽ നമുക്ക് നടത്തണം. ആ ആഴത്തിലുള്ള പരിശോധന നടക്കുമ്പോൾ നമുക്കിത് അവസരമുണ്ട്. മാനസാന്തരപ്പെടാൻ അവസരമുണ്ട്. സത്യസന്ധമായിട്ട് ദൈവസേനയിൽ ഏറ്റുപറയാൻ, വിശ്വാസത്തിന്റെ കാര്യത്തിൽ, കർത്താവിനോടുള്ള കൂട്ടായ്മയിലുള്ള നടപ്പിന്റെ കാര്യത്തിൽ എനിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്, ഞാൻ ഇപ്പോഴും വീഴ്ചയുള്ളവരാണ് എന്ന് പറയാം സത്യസന്ധമായിട്ട്. അവിടെ നമുക്ക് അവസരമുണ്ട് മാനസാന്തരപ്പെടാൻ. ദൈവസേനയിൽ നമുക്ക് ഏറ്റുപറഞ്ഞ് വിശ്വാസമുള്ളവരായി, യഥാർത്ഥ വിശ്വാസമുള്ളവരായി, കർത്താവിനോട് കൂട്ടായ്മ നടക്കുന്നവരായി മുന്നോട്ട് പോകാം. ഇന്നത്തെ കർത്തമേശ അങ്ങനെ സ്തോത്രത്തിൽ നിറഞ്ഞ് കവിയുന്നവരായി പങ്കെടുക്കാം. അതായിരിക്കും ഇന്നത്തെ യോഗ്യത. സ്തോത്രം നിറഞ്ഞ് കവിയുന്നവരാകണം. ഇത് നമ്മളെ സഹായിക്കും.